ഇങ്ങനെ 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 ആക്കണം. ഞാൻ ചെന്ത് പറ്റി. അപ്പോൾ പറഞ്ഞു ഈ കൈ മടങ്ങൂലായിരുന്നു, ഇപ്പം മടങ്ങുന്നു, ഇപ്പം മടങ്ങുന്നു. ഈ കൈ ഉയർത്താൻ പറ്റില്ലായിരുന്നു, ഇപ്പോൾ ഉയർത്താൻ പറ്റുന്നു. ഇന്നലെ പ്രേട്ടവറിൽ ആദ്യമായി ഒരമ്മ കടന്നു വന്നു. അവർ തീരപ്രദേശത്തിൽ നിന്നാണ് കടന്നു വന്നത്. കറക്റ്റ് സ്ഥലമൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഒന്നി വലിയ തുറ അല്ലെങ്കിൽ ചെറിയ തുറ അല്ലെങ്കിൽ ഭീമാവളി, ആ പ്രദേശത്തിൽ നിന്നാണ് വന്നത്. ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പുറത്ത് ഭയങ്കര ബഹളം കേൾക്കുന്നു. സാധാരണ ബഹളം വരുന്നു എങ്കിൽ ഒന്നുകിൽ ഒരു ഭൂതം ഇളകുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാകും. അത് തന്നെയാണ് സാധാരണ പ്രേട്ടവറിലൊക്കെ ബഹളം വരാൻ സാധ്യത ഉണ്ടാകുന്നത്. വേറെ അല്ലാണ്ടൊരു ബഹളം വരത്തില്ല. പിശാച് പോരാടുന്ന ഒരിത്. അപ്പോൾ എന്നാലും ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ പുറത്തൊരു ശബ്ദം വന്നാൽ ഒന്ന് അന്വേഷിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണല്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് കൂടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ വിളിച്ചില്ല, ബെല്ലടിച്ചില്ല. അല്ലാതെ അകത്ത് കയറിയ ആളിനോട് ഞാൻ ചോദിച്ചു, എന്താ അവിടെ ഒരു ബഹളം? പറയും ഒരു അമ്മച്ചി പ്രാർത്ഥിക്കുന്നതാണെന്ന് പറഞ്ഞു. എനിക്ക് ചില അമ്മച്ചിമാരിങ്ങനെയാണ് പ്രാർത്ഥിക്കാറുള്ളത്. ഒരു 20 മിനിറ്റ് അവിടെ വരുന്നൊരു പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏകാഗ്രമായിരുന്ന് പ്രാർത്ഥിക്കുക. അതിനൊരു പ്രചോദനം കിട്ടാൻ വേണ്ടി ടി വിയിൽ ചെറിയ മെസ്സേജും ടെസ്റ്റ് മണിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് കോൺസെൻട്രേഷൻ അവർക്ക് ലഭിക്കണം. കറക്റ്റ് നിർദ്ദേശം അനുസരിച്ച് ആ ഹാളിനകത്ത് എൻ്റെ പ്രവർത്തകർ പോലും കയറരുതെന്നാണ് ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും പോയി ഡിസ്റ്റർബ് ചെയ്യില്ല. അവർ പ്രാർത്ഥിക്കട്ടെ, അവർ ദൈവത്തോട് സംസാരിക്കട്ടെ. ഇവിടെ ശബ്ദം ഇങ്ങനെയൊക്കെ എന്താണെന്ന് എനിക്ക് വ്യക്തമാകുന്നില്ല. ശബ്ദം കേൾക്കുന്നു അകത്ത്. കുഴപ്പമില്ല, അറിഞ്ഞൂടായിരിക്കും, പ്രാർത്ഥിക്കട്ടെ, നല്ലതല്ലേ എന്നിങ്ങനെ ചിന്തിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബെല്ലടിച്ചു. അടുത്ത അമ്മച്ചി അങ്ങോട്ടകത്ത് വന്നപ്പോൾ അമ്മച്ചി ഇരിക്കൂല, ഒരു വിധത്തിൽ ഇരിക്കൂല. അവിടെ വലിയ വില കൂടിയൊരു സോഫയൊക്കെ ഇട്ടിരിക്കുക. അവിടെ ഇരിയെന്ന് പറയും, ഇരിക്കൂല. ടേബിളിൽ ഇങ്ങനെ 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 ആക്കണം. ഞാൻ ചെന്ത് പറ്റി. അപ്പോൾ പറഞ്ഞു ഈ കൈ മടങ്ങൂലായിരുന്നു, ഇപ്പം മടങ്ങുന്നു. ഈ കൈ ഉയർത്താൻ പറ്റില്ലായിരുന്നു, ഇപ്പോൾ ഉയർത്താൻ പറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. യമ ആദ്യമായിട്ട് വന്നതാണ്. ഞാൻ അവരുടെ തലയിൽ കൈവച്ചില്ല. ആരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. കാരണം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ വേറൊരാൾ അവിടെ പ്രാർത്ഥിക്കാൻ സാധ്യതയില്ല. ഞാൻ ഇല്ലാത്തപ്പോഴേ പ്രാർത്ഥിക്കുള്ളൂ. എനിക്ക് ദൈവം ജോലി ചെയ്താൽ ഞാൻ തന്നെ ചെയ്യും. വേറെ ആരും അമ്മയുടെ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചില്ല. വേറെ ആരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അവർ സ്വന്തമായി ആ ഹാളിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞത്, ഉയർത്താൻ കഴിയാൻ പറ്റാത്ത അല്ലെങ്കിൽ മടക്കാൻ ഈ വിരളൊന്ന് മടങ്ങൂലായിരുന്നു, ഇപ്പം ഇവിടെ വന്നപ്പോൾ മടക്കാൻ കഴിയുന്നു. ഭയങ്കര സന്തോഷത്തോടു കൂടി താൻ കടന്നുപോയി. അപ്പം ഞാൻ വന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കിടരോഗിയാൻ കണ്ടാണ്, അതിൻ്റെ വിഷയത്തിലാണ്. അപ്പം പോകാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പറയും, നിങ്ങളെ സൗഖ്യമാക്കി കർത്താവ് നിങ്ങളുടെ ഭർത്താവിനെയും സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നെന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവിന് സൗഖ്യം വരുത്താൻ ഒരു ദൈവദാസൻ ശിരസിൽ കൈവയ്ക്കണമെന്നില്ല. ദൈവത്തിന് ഒരാൾക്കൊരു അത്ഭുതം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക സിസ്റ്റമൊന്നും വേണ്ട. എപ്പോൾ അവൻ ചിന്തിച്ചുവോ, എപ്പോൾ അവൻ തീരുമാനിക്കുന്നോ, ആ സമയത്തിൽ ദൈവം ചെയ്യേണ്ടുന്ന സകല പ്രവൃത്തികളും ചെയ്യും. എന്നോടൊപ്പം വിശ്വസിക്കുന്നവർക്ക് പറ, എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരത്ഭുതം ചെയ്യണമെന്ന്. ആ സമയത്തിൽ ഒരു ഫോർമാലിറ്റീസുമില്ല, അവനത് ചെയ്യും. ഇന്ന് എൻ്റെ ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഞാൻ കഴിഞ്ഞ ജാനുവരി 24-ാം തീയതി ഒന്ന് എൻ്റെ കമ്പനിയിൽ വെച്ച് വീണു. എൻ്റെ കൈ പ്ലാസ്റ്റർ ഇട്ട് കൈ പ്ലാസ്റ്റർ എല്ലാം എടുത്തു കഴിഞ്ഞു. പക്ഷേ എൻ്റെ കൈ ഇങ്ങനെ എനിക്കൊന്നും മടക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ ഒന്നും ആക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ എൻ്റെ ഈ കൈ ഇങ്ങനെയൊന്നും കൈവിരലുകൾ മടക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഈ പ്രാർത്ഥനാ ഹാളിൽ കയറി വന്ന് ഇവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ തന്നെ അറിയാതെ എൻ്റെ കൈകളങ്ങ് മടങ്ങി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാനിവിടെ ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിപ്പാനാണ് വന്നത്. ഞാൻ വിടുതൽ പ്രാപിച്ചു, ഞാൻ സൗഖ്യം പ്രാപിച്ചു. ഈ ആലയത്തിൽ നിന്ന് ഞാൻ മടങ്ങിപ്പോവുകയാണ്. എൻ്റെ ഭർത്താവിനും വിടുതൽ പ്രാപിച്ച് ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ്. എനിക്ക് ദൈവം വിടുതൽ തന്നു. ആ ദൈവത്തിന് നന്ദി കരയറ്റുന്നു ഞാൻ.